ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി പരീക്ഷാ തട്ടിപ്പിന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നതിന് തൊട്ടുപിന്നാലെ സംസ്ഥാന മന്ത്രിസഭ അടിയന്തരമായി ഒരു യോഗം ചേരാനിരിക്കുകയാണ്. ഭരണഘടനാ സ്ഥാപനം എന്ന പദവിയുടെ മറവിൽ PSC അധികൃതർ കാട്ടിക്കൂട്ടിയ അട്ടിമറികൾ അറുതി വരുത്താൻ VD സതീശൻ സർക്കാർ എത്രത്തോളം ഗൗരവത്തോടെയാണ് ഈ വിഷയത്തെ കാണുന്നത് എന്നതിന്റെ തെളിവാണ് ഈ അടിയന്തര നീക്കം. ആസൂത്രണ ബോർഡിലെ പരീക്ഷയിൽ 10 ചോദ്യങ്ങൾ മൂല്യനിർണ്ണയം നടത്താതെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച കള്ളക്കളി PSCക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. PSC ചെയർമാൻ സ്വന്തം ആഭ്യന്തര വിജിലൻസിനെ വെച്ച് ഇതൊരു ഒതുക്കിത്തീർക്കൽ അന്വേഷണത്തിന് ശ്രമിച്ചുവെങ്കിലും അതൊന്നും തൃപ്തിയാകാതെ സതീശൻ സർക്കാരിന്റെ ക്യാബിനറ്റ് അടിയന്തരമായി ഒന്നിച്ചു ചേരാൻ പോവുകയാണ്. PSCയിലെ പരീക്ഷ അട്ടിമറിയും അതോടൊപ്പം ആ കാലയളവിൽ നടന്ന മുഴുവൻ താൽക്കാലിക പിൻവാതിൽ നിയമനങ്ങളും സംസ്ഥാന വിജിലൻസിനെ കൊണ്ട് തന്നെ അരിച്ചുപെറുക്കി അന്വേഷിക്കാനുള്ള കടുത്ത തീരുമാനത്തിലേക്കാണ് ഈ അടിയന്തര മന്ത്രിസഭാ യോഗം തീരുമാനമെടുക്കുക എന്ന് തന്നെ പറയാം. ഭരണഘടനയുടെ പരിരക്ഷയുള്ളതിനാൽ സർക്കാരിന് തങ്ങളെ തൊടാൻ കഴിയില്ലെന്ന PSC ഉന്നതരുടെ അഹങ്കാരത്തിനാണ് ഈ അടിയന്തര യോഗത്തിലൂടെ സതീശൻ പൂട്ടിടാൻ ഒരുങ്ങുന്നതും. അഴിമതി നിരോധന നിയമപ്രകാരം PSCക്കുള്ളിലെ കള്ളക്കളികളും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാമെന്ന ശക്തമായ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിന്റെ ഈ മിന്നൽ നീക്കം. മുൻ പിണറായി സർക്കാരിന്റെ കാലത്ത് യൂണിവേഴ്സിറ്റി കോളേജ് കുത്തുകേസ് പ്രതികൾ PSC ലിസ്റ്റിൽ ഒന്നാമതെത്തിയപ്പോഴും തൃക്കരിപ്പൂരിലും കായംകുളത്തുമൊക്കെ പരീക്ഷാ തട്ടിപ്പുകൾ പരസ്യമായി പുറത്തു വന്നപ്പോഴും ഇതുപോലെ ഒരു അടിയന്തര മന്ത്രിസഭാ യോഗം ചേർന്ന് നടപടിയെടുക്കാൻ അന്നത്തെ സർക്കാർ തയ്യാറായിരുന്നില്ല. അന്ന് ഉദ്യോഗാർത്ഥികൾ തെരുവിൽ കിടന്ന് കരഞ്ഞപ്പോൾ പാർട്ടി താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ മൗനം പാലിച്ച പിണറായി വിജയന്റെ ശൈലിക്ക് വിപരീതമായി തെറ്റുകാരെ ജയിലിലടക്കാൻ പുതിയ സർക്കാർ കാട്ടുന്ന ഈ അടിയന്തര വീര്യം കേരളത്തിലെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല. ഈ അടിയന്തര മന്ത്രിസഭാ യോഗത്തിൽ നിന്നും പുറത്തുവരാൻ പോകുന്ന കടുത്ത നിലപാടുകൾ PSCയിലെ വമ്പന്മാരുടെ ഉറക്കം കെടുത്തുമെന്ന കാര്യത്തിലും സംശയമില്ല.